ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈറ്റ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ വണ്ടിയുടെ റിയർ ഷോക്ക് ഞാൻ അഴിച്ചെടുക്കാനുള്ള എന്തുകൊണ്ടാണ് അത് അഴിച്ചെടുക്കേണ്ടി വന്നത് എന്നുള്ള കാര്യം. അപ്പോൾ അത് ചില ആളുകൾക്ക് ഇത് നേരത്തെ സംഭവിച്ചിട്ടുണ്ടാവാം, ചില ആളുകൾക്ക് നിങ്ങൾ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഭാവിയിൽ ഉണ്ടായേക്കാം. കാരണം ഇതൊന്നും നമുക്ക് കൃത്യമായൊരു കാലയളവിൽ സംഭവിക്കുന്നൊന്നും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു സംഭവമാണത്. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് കാലമായിട്ട് എനിക്ക് നമ്മുടെ വണ്ടിയുടെ ഷോക്കിൽ എന്താ പറയുക, ഒറ്റയ്ക്ക് പോകുമ്പോൾ പ്രത്യേകിച്ചിട്ടോ, ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് ഒരു കട്ടർ റോഡ് അതായത് നമ്മൾ റബ്ബറൈസ്ഡ് അല്ലാത്ത കുറച്ച് കട്ടറൊക്കെ വരുന്ന അങ്ങനെയുള്ള റോഡുകളിലൂടെ പോകുന്ന സമയത്ത് എന്താ പറയുക, ബാക്ക് സൈഡിൽ നിന്ന് ഒരു കടകട എന്താ പറയുക, നമുക്കറിയാലോ ബാക്കിൽ നിന്ന് ഇങ്ങനെ അടിക്കുന്ന പോലെ ഒരു ഫീല് നമുക്കങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണ് സംഭവം ഞാൻ കുറേ നോക്കി, ഏതാണ് ഇതുമായി ബന്ധപ്പെട്ടതല്ലാത്ത ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പരമാവധി ചെക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് കൃത്യമായൊരു ഐഡിയ കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ എന്ത് ചോദിച്ചാൽ നമ്മുടെ എന്താ പറയുക, ഷോറൂമിൽ പോയി, അതായത് നമ്മുടെ ഹോണ്ടയുടെ സർവീസ് സെൻറ്ററിൽ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ ഒരാൾ ഓടിച്ച് നോക്കിയ സമയത്ത് ഇതിനിങ്ങനെ ഷോക്കിന് ഒരു കംപ്ലയിൻ്റ് ഉള്ള പോലെ സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ സ്വിംഗ് ആമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴും പക്ഷേ സ്വിംഗ് ആമിന് പ്രശ്നങ്ങളൊന്നും കണ്ടില്ല. ചെറിയൊരു ഇതുണ്ട്, പക്ഷേ എന്നാലും അത് മാറ്റാനുള്ള സമയമൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറയുക, ഒരു പ്രാഥമിക അന്വേഷണത്തിൽ നമുക്ക് ഈ ഷോക്കിൻ്റെ പ്രശ്നമാണ് എന്നുള്ളതായിരുന്നു മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ പിന്നെ വീണ്ടും ഞാൻ അതിനെപ്പറ്റി ചോദിച്ചു, പിന്നെ ഷോക്ക് ഇപ്പോൾ നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഏകദേശം എത്ര രൂപ വരും എന്നുള്ള കാര്യം. അപ്പോൾ അവർ ഏകദേശം 3 രൂപയാണ് പറഞ്ഞത്, അതായത് 3000 രൂപ, അതായത് 2700 രൂപ എങ്ങാണ്ട് അതിന് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ സ്റ്റോക്കില്ലായിരുന്നു. അപ്പോൾ സ്റ്റോക്കില്ലാതെ പിന്നെ വീണ്ടും ഞാൻ ഇപ്പോൾ കുറച്ച് കാലമായി ഞാൻ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവിടെ കയറി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവിടെ വേറൊരു ഷോക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അത് കുറച്ചൊരു എന്താ പറയുക, അത് വന്ന കൂട്ടത്തിൽ തന്നെ ചെറിയൊരു സ്ക്രാച്ച് പോലെയൊക്കെ ഒരു സംഭവം, ചെറിയൊരു പരിക്ക് വന്നിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഉപയോഗിച്ചതാണോ ഏതാണെന്നുള്ളത് നമുക്ക് വ്യക്തമായൊരു ഐഡിയ അവർക്കും അറിയില്ല, അവർക്കൊരു ഉറപ്പും പറയുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ പിന്നെ ഞാൻ എന്ത് ചോദിച്ചാൽ എനിക്കും പുതിയൊരു പീസ് ഓർഡർ ചെയ്യാൻ പറഞ്ഞു അവരോട്. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രശ്നം ഇങ്ങനെ നമ്മൾ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ഈ ഒരു ബാക്കിൽ നിന്ന് ഇങ്ങനെ 2 പേര് ഇരുന്ന് പോകുമ്പോൾ പ്രശ്നം വരുന്നില്ല. അപ്പോൾ എന്താ വെച്ചാൽ എന്താ പറയുക, 2 പേര് വരുമ്പോൾ ഇരിക്കുമ്പോൾ പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം കുറച്ചൊരു ഹാർഡാണ് സംഭവം. അതായത് ഈ ഒരു സ്പ്രിങ് കുറച്ചൊരു ഹാർഡ് ആയിട്ടാണ്. അതായത് 2 പേരെ വെയിറ്റ് വരുമ്പോൾ നമുക്ക് വലിയ പ്രശ്നം തോന്നുന്നില്ല, ആ ഒരു അടി വരുന്നില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 2 പ്രശ്നങ്ങൾ കൊണ്ട് വരാം. ഈ ഹാർഡ്നെസ് കൂടിയത് കൊണ്ട് വരാം, അതല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് വരാം. അപ്പോൾ എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല, കാരണം ഇതിൻ്റെ ഒരു മെക്കാനിസം എന്താണെന്നുള്ളത് വ്യക്തമായി നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ജസ്റ്റ് നമ്മുടെ ടൗണിൻ്റെ കുറച്ചപ്പുറത്ത് ഒരു 3 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ചെറിയൊരു ടൗൺ കൂടി ഉണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരാൾ ഉണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ഷോക്ക് വർക്കൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരാളുണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ പോയതാണ്, അദ്ദേഹത്തെ അന്വേഷിച്ച് പോയതാണ്. പക്ഷേ എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന ആ റൂമിൽ അയാളെ കാണാൻ സാധിച്ചില്ല, ആ റൂമൊക്കെ പൂട്ടി കിടക്കുകയായിരുന്നു. പിന്നെ ഒരു ദിവസം ഒരു ട്രാഫിക് ബ്ലോക്കിൽ ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ലെഫ്റ്റ് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ഷോക്കിൻ്റെ സംഭവമൊക്കെ തൂക്കിയിട്ട് കണ്ട് ചെറിയൊരു കടയാണത്. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ ജസ്റ്റ് ചോദിച്ചപ്പോൾ ഇത് തന്നെയാണ് കട എന്ന് പറഞ്ഞ്. ആദ്യം അവിടെയായിരുന്നു, ഇങ്ങോട്ട് മാറിയതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് സംഭവം, അപ്പോൾ എന്തായിരിക്കും എന്നുള്ളത് അറിയില്ല. അപ്പോൾ മൂപ്പര് പറഞ്ഞ് എൻ്റെ കയ്യിൽ ഇപ്പോൾ നിലവിൽ ഇത് റിപ്പയർ ചെയ്ത ഒരു മോണോഷോക്ക്, അതായത് നമ്മുടെ യൂണിക്കോണിൻ്റെ സെയിം മോഡൽ മോണോഷോക്ക് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതൊരു വർക്ക്ഷോപ്പ് തൊട്ടടുത്ത് തന്നെ, കുറച്ചപ്പുറത്ത് തന്നെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, അവിടെ പോയിട്ട് പിന്നെ അത് മാറ്റിയിട്ട് നോക്കാം എന്ന് പറഞ്ഞു. മാറ്റിയിട്ട് നോക്കുന്നതിന് പഴയത് നമ്മൾ ആൾക്ക് കൊടുക്കും വേണം, എന്നിട്ട് ഈ ഒരു വർക്ക് ചെയ്തതിൻ്റെ ഒരു പൈസ ആൾക്ക് കൊടുക്കും വേണം. പിന്നെ വർക്ക്ഷോപ്പിൽ നമ്മൾ തയ്ക്കണതിൻ്റെ അത് അങ്ങനെ വേറെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഏകദേശം ഒരു 1000 ലെവലിൽ രൂപ ചിലവ് വരും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം, കാരണം ഇതിനുള്ളിലൊരു മെക്കാനിസം എന്ന് പറഞ്ഞാൽ അയാൾ പിന്നെ പറഞ്ഞു തന്നു സംഭവം. ഇതിനുള്ളിൽ ഇങ്ങനെയാണ് ഒരു പിസ്റ്റൺ സിലിണ്ടർ പോലെയാണ്. ആ ഒരു സ്പ്രിങ്ങിൻ്റെ സംഭവം അഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പിസ്റ്റൺ സിലിണ്ടർ, അതിൻ്റെ ഉള്ളിൽ ഓയിൽ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ എന്താ വെച്ചാൽ ഇതിനുള്ളിൽ ചെറിയ ബുഷും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ വലിയ കട്ടറുകളൊക്കെ ചാടുന്ന സമയത്ത് ചിലപ്പോൾ ഇതിൻ്റെ ഈ ഒരു ആക്ഷൻ അങ്ങോട്ട് ലൂസ് ആവാറുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പ്രശ്നം വല്ലപ്പോഴേ വരാറുള്ളൂ, അതായത് ഇങ്ങനെ ടൈറ്റ് ആവുന്ന പ്രശ്നം വളരെ കുറഞ്ഞ ഇതിലേ വരാറുള്ളൂ. പക്ഷേ അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് സെറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് എന്നും പറഞ്ഞു പോരും. അപ്പോൾ ഞാൻ എന്തായാലും തൊട്ടപ്പുറത്ത് വർക്ക്ഷോപ്പ് ഉണ്ട്, ഞാൻ വീട്ടിൽ പോയിട്ട് അഴിച്ചിങ്ങോട്ട് വരുന്നതിലും നല്ലത് തൊട്ടടുത്ത് തന്നെ വർക്ക്ഷോപ്പ് ഉണ്ടായതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ തന്നെ പോയിട്ട് എന്ത് ചെയ്തു, 10-200 രൂപ കൊടുത്താൽ മതിയല്ലോ. എന്തായാലും ഇപ്പോൾ അതിന് ഇനി നേരെ വീട്ടിൽ പോയിട്ട് തിരിച്ച് ഞാൻ വേറെ വണ്ടിയിൽ ഇങ്ങോട്ട് വരേണ്ട ഒരു അവസ്ഥ, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവിടെ തൊട്ടടുത്തുള്ള ഒരു വർക്ക്ഷോപ്പ് പോയിട്ട് പിന്നെ ആളെ കൊണ്ട് അഴിപ്പിച്ചിട്ട് ഇയാളടുത്ത് കൊണ്ടുവന്ന് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ നമുക്ക് നമ്മുടെ സാധനം തന്നെ നന്നാക്കി ഇടുന്നതാണ് നല്ലത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് 5 വർഷം ആവുന്നേ ഉള്ളൂ, നമ്മുടെ വണ്ടി 5 വർഷം ആയിട്ടുള്ളൂ. അപ്പോൾ വലിയ പരിക്കൊന്നുമില്ല, കാണാനും നല്ല ലുക്കിലുള്ള സാധനമാണ്. പക്ഷേ ആൾ തരാൻ പോകുന്ന സാധനത്തിന് ചെറിയ പരിക്കുകൾ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതൊന്ന് അഴിച്ചു നോക്കി, എന്താ സംഭവം എന്നൊന്ന് അറിയാലോ എന്നുള്ള ആ ഒരു രീതിയിലാണ്. മൂപ്പർക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല, കാരണം എന്താ വെച്ചാൽ ഓൾറെഡി 1-2 ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ വന്ന് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് എൻ്റെ വർക്ക് മൂപ്പർക്ക് ആദ്യം എടുക്കും വേണം. അപ്പോൾ പിന്നെ മൂപ്പർ എന്തായാലും അഴിച്ച് നോക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെ
അഴിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഇത് ചൂടാക്കണം. അതായത് നമ്മളെ ഗ്യാസ് മറ്റേ ഇത് ചൂടാക്കുന്ന സാധനം വെച്ചിട്ട് ചൂടാക്കിയിട്ട് വേണം ഇത് ഫസ്റ്റ് അഴിക്കാൻ കിട്ടുള്ളൂ. എന്നിട്ട് അയാൾ അവിടെ പോയി അത് ചൂടാക്കി അഴിച്ചു. അതിൻ്റെ സ്പ്രിങ് ഊരിയെടുത്തിട്ട് അതിൻ്റെ ആ ഒരു ഉൾഭാഗം മാത്രം ഇങ്ങനെ കാണിച്ചു. അയാൾ പിന്നെ കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി നോക്കി. ഒരു രക്ഷയില്ല. സാധാരണ രീതിയിൽ നമ്മൾ വേറെ പിന്നെ എന്താ പറയുക സാധാരണ വർക്ക് ചെയ്യുന്ന ഒരു ഷോക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ട് എന്ത് ചെയ്യുക, സ്പ്രിങ് ഊരി കഴിഞ്ഞാൽ കേട്ടോ, സ്പ്രിങ് ഊരാതെ നമുക്ക് എന്ത് ചെയ്തിട്ടും കാര്യമില്ല, വണ്ടി മടാതെ നമുക്കത് അനക്കി നോക്കാൻ കഴിയില്ല, ഒരു രക്ഷയില്ല, നല്ല ടൈറ്റ് ആയിരിക്കും. പക്ഷേ നമ്മൾ ആ സ്പ്രിങ് ഊരി കഴിഞ്ഞാൽ നമുക്ക് കൈ കൊണ്ട് എന്ത് ചെയ്യാം, കൈ കൊണ്ട് ഇങ്ങനെ താഴത്തേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തേക്ക് പോകും, മുകളിലേക്കും താഴത്തേക്കും പോകും. ആ ഒരു ആക്ഷൻ വരും. മുകളിലേക്ക് വരുന്നത് ആ സ്പ്രിങ്ങിൻ്റെ ആക്ഷൻ കൊണ്ടാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ സ്പ്രിങ് ഇല്ലാതെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴത്തേക്ക് മുകളിലോട്ട് നമ്മൾ തന്നെ കൈ കൊണ്ട് തന്നെ ആക്കേണ്ടി വരും. അപ്പോൾ പിന്നെ അത് അനങ്ങുന്നില്ല, സാധനം ഫുൾ സ്റ്റക്കാണ്, കൈ കൊണ്ടാക്കാൻ പറ്റുന്നില്ല. മനസ്സിലായി? അപ്പോൾ നമ്മൾ വണ്ടിയിലിടുമ്പോൾ ചെറിയൊരു ആക്ഷൻ കിട്ടുന്നുണ്ട്, നല്ല ഹാർഡാണെന്ന് മാത്രം, നല്ല ശക്തി കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ആ ഒരു സ്പ്രിങ് ആക്ഷൻ അവിടെ വരുന്നുള്ളൂ. അപ്പോൾ ഇദ്ദേഹം ഇത് ശരിക്കും കാണിച്ചു എനിക്ക് ഇങ്ങനെ ഉള്ളിൽ എന്തോ പ്രശ്നമുണ്ട്. അതുപോലെ ആ പുറത്ത് തന്നെ 2-3 ബുഷൊക്കെ വരുന്നുണ്ട്. ആ ബുഷൊക്കെ തേഞ്ഞ് പൊടിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ എന്താ പെട്ടെന്ന് സംഭവിച്ച കാര്യമില്ല, പക്ഷേ അത് സംഭവം കംപ്ലൈൻ്റ് ആണ്. അത് നമുക്കിനി നേരത്തെ ചെയ്ത പോലെ ഫുള്ള് അഴിച്ച് കംപ്ലീറ്റ് റിപ്പയർ ചെയ്യണം എന്ന് പറഞ്ഞു. ഈ പഴയത് അവിടെ വെക്കണം എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു പണിക്കൂലി എന്നുള്ള രീതിയിൽ അതിൻ്റെ വർക്ക് ഒരു 800 രൂപ, 850 പറഞ്ഞത്, 800 രൂപ മേടിച്ചു ആൾ. അപ്പോൾ 800-200 രൂപയും നമുക്ക് മൊത്തം 1000 രൂപയാണ് ചിലവ് വന്നത് ഇത് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ നമ്മുടെ പഴയത് ആൾ തന്ന സാധനം എടുത്ത് നേരെ വർക്ക്ഷോപ്പ് കൊണ്ടുപോയി കൊടുത്ത് ആളത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കുന്ന സമയത്ത് ഭയങ്കര മാറ്റം. എന്താ പറയുക, ഭയങ്കര മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇരിക്കുമ്പോൾ തന്നെ ആ ഒരു ആക്ഷൻ നമുക്ക് നല്ല ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നൊരവസ്ഥ. മനസ്സിലായി? സാധാരണ രീതിയിൽ ഞാൻ അതൊന്നും ഇരുന്ന് കഴിഞ്ഞാലൊന്നും അങ്ങനെ നമ്മളൊന്ന് ആ ഒരു പ്രസ് ചെയ്യുമല്ലോ, ഇരുന്നിട്ട് നമ്മളൊന്ന് അമർത്തി കഴിഞ്ഞാലൊന്നും അങ്ങനെ വല്ലാതെ താഴത്തോട്ടൊന്നും പോയിട്ടില്ലായിരുന്നു. പക്ഷേ ഇത് മാറ്റിയ സമയത്ത് നല്ല മാറ്റം. ആ വർക്ക്ഷോപ്പുകാരനും പറഞ്ഞു, ആദ്യം അയാളത് ചെക്ക് ചെയ്ത സമയത്ത് ആദ്യം പറഞ്ഞു ഇത് കുറച്ച് ഹാർഡായിട്ടാണ് തോന്നുന്നത്, ബാക്കിയുള്ള സാധാരണ കേടുവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് സ്മൂത്തായി പോവുകയാണ് ചെയ്യാറെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഹാർഡാണ്, എന്താ സംഭവം അയച്ചു കൊണ്ടുപോയി നോക്ക് എന്ന് നമ്മൾ വർക്ക്ഷോപ്പുകാരൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടു ചെന്നപ്പോഴാണ് ഈ വിവരങ്ങളൊക്കെ. അപ്പോൾ പിന്നെ അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പക്ക സ്മൂത്തായി. ഞാൻ ഓടിച്ച് നോക്കിയപ്പോൾ ബാക്കിൽ നിന്നുള്ള അടിയും കാര്യങ്ങളൊക്കെ നിന്നിട്ടുണ്ട്. പിന്നെ രണ്ടാളെ വെച്ച് പോയപ്പോഴും പിന്നെ യാതൊരു കുഴപ്പമില്ല. എന്താ പറയുക, കൂടുതൽ സ്മൂത്ത് ആയിരിക്കുകയാണ് ചെയ്തത്, കൂടുതൽ നല്ല ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ ആ ഒരു റൈഡിനേക്കാളും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇപ്പോൾ നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത് ഞാനിവിടെ പറയാനുള്ള കാരണം വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പോൾ ഈ ഒരു പ്രശ്നം ഓൾറെഡി നിങ്ങളുടെ വണ്ടിക്ക് ചിലപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. ഇത് 2 രീതിയിൽ വരാം. ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ ഹാർഡ്നെസ് കൂടി വരാം, അല്ലെങ്കിൽ പറ്റ സ്മൂത്തായി വരാം. പറ്റ സ്മൂത്ത് ആകുമ്പോൾ കുഴപ്പം എന്താ വെച്ചാൽ ചെറിയൊരു കട്ടറിൽ ചാടുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ആ സ്പ്രിങ് മൊത്തത്തിലങ്ങ് അടിച്ചിട്ട് ടക്ക് അങ്ങനെ അടിക്കും. മനസ്സിലായി? ഇതിപ്പോൾ എന്താ വെച്ചാൽ ഓവർ ഹാർഡായിട്ട് മുകളിലാണ് അടിക്കുന്നത്. അതാണ് പിന്നെ ഇതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ. അപ്പോൾ രണ്ടാണെങ്കിലും പ്രശ്നം തന്നെയാണ്. അപ്പോൾ കൂടുതൽ പ്രശ്നം ശരിക്കും സ്മൂത്ത് ആകുമ്പോഴാണ്. ഹാർഡാകുമ്പോൾ ഈ ഒരു അടി വലിയ പ്രശ്നമില്ല. കാരണം നമുക്ക് ചിലപ്പോൾ കുറേ ലോങ് ഒക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലുള്ള റോഡുകളിലൂടെയൊക്കെയാണ്, പ്രശ്നങ്ങളുടെ റോഡിലൂടെയാണ് കൂടുതൽ പോകേണ്ടതെന്നുണ്ടെങ്കിലൊക്കെ അത് പിന്നെ നമ്മുടെ നടുവിന് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിങ്ങനെ ഓവർ ഹാർഡായിട്ട് നമ്മൾ ഓടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുഴപ്പമാണിത്, നമ്മളെ ശരീരത്തിന് ബോഡി പെയിൻ വരും, ബാക്ക് പെയിൻ വരും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. പല ആളുകളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ബാക്ക് പെയിൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള കാരണങ്ങളായിരിക്കും. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരങ്ങൾ എന്താണെന്നുള്ളത് കണ്ടെത്തുക. മനസ്സിലായില്ല? അപ്പോൾ ഞാനിപ്പോൾ ചെയ്തത് കുറച്ച് മാസങ്ങൾ കൊണ്ടാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്തതെങ്കിൽ പോലും ഞാനതിൽ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. കാരണം നമ്മൾ ഒറ്റയടിക്ക് നേരെ അവിടെ പോയിട്ട് 3000 രൂപ കൊടുത്തിട്ട് പുതിയത് മേടിച്ച് ഇടുന്നതിലേറെ എനിക്ക് കുറച്ച് നമ്മളെ ക്യാഷ് കുറച്ചുകൂടി ലാഭം ചെയ്യാൻ പറ്റി, അതേപോലെ തന്നെ ലാഭം കിട്ടി. അതേപോലെ തന്നെ എന്താ പറയുക, ഇതിന് ഗ്യാരണ്ടി ഒന്നും അവർ പറയുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ പുതിയത് ഇടുകയാണെന്നുണ്ടെങ്കിലും അതിന് പ്രത്യേകിച്ച് വാറണ്ടി ഒന്നുമില്ല. ഇപ്പോൾ ചില ആളെന്നെ പറയുന്നുണ്ട്, ആളെ നമ്പർ നോക്കി അറിയാലോ, അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങിയ വണ്ടിയാണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ ആൾ പിന്നെ നമ്പർ നോക്കിയിട്ട് പുതിയ വണ്ടിയാണ്, ഒരു ചെറിയൊരു കട്ടർ ചാടി അതിനുശേഷം ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എഫ്സെഡ് അങ്ങനെ അതുപോലുള്ള മോണോ സസ്പെൻഷനുള്ള വണ്ടികളിലൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്, ഞാനത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ മൂപ്പര് പറഞ്ഞു. മൂപ്പര് വെറുതെ ബിസിനസ് കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയില്ല. ആളൊരു കുറേ കാലങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ഇവിടെ മാത്രമൊന്നുമല്ല, എല്ലാ നാട്ടിലും ഉണ്ടാവും. ഇപ്പോൾ കുറച്ചൊരു വലിയ ടൗൺ ആണെന്നുണ്ടെങ്കിൽ ആ ടൗണിൽ ഒരു കടയെങ്കിലും ഒരാളെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ ആളെ കണ്ടെത്തണം. അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ പോയി കണ്ടെത്തേണ്ടി വരും. പിന്നെ വേറെ കാര്യമുള്ളത് എന്താ വെച്ചാൽ, ഞാനിപ്പോൾ 2000 രൂപ ലാഭിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഒരു 2-3 മാസത്തിനുള്ളിൽ ഇത് കംപ്ലയിൻറ്റ് വന്നേക്കാം. കാരണം നമുക്ക് യാതൊരു ഉറപ്പൊന്നും പറയാനില്ല. പക്ഷേ ഞാനിപ്പോൾ ആളെ പോയി അയാളുമായിട്ട് ഡീൽ ചെയ്ത് അയാളുമായിട്ട് സംസാരിച്ച് പിന്നെ ആ ഒരു എന്താ പറയുക, ആളുടെ ആ ഒരു സംസാരത്തിൽ നിന്ന് അയാളോട് തോന്നിയൊരു വിശ്വാസത്തിൻ്റെ ഒക്കെ പുറത്താണ് ഞാൻ എന്ത് ചെയ്തത്, പിന്നെ ഇത് മേടിച്ചതും വെച്ചതൊക്കെ. ആൾ പറഞ്ഞു ഒരു 6 മാസം ആണെങ്കിൽ ഞാൻ വാറണ്ടിയും തരാമെന്നൊക്കെ പറഞ്ഞു മുമ്പ്. കാരണം ആൾ അത്രയും ഉറപ്പിച്ച് പറഞ്ഞു, അത് അത്യാവശ്യം പുതിയ സാധനമാണത്, ഇത് നമ്മളെ തൊട്ടടുത്ത വീട്ടിലെ ഒരാൾക്ക് വേണമെന്ന് പറഞ്ഞ് ഞാനിവിടെ എടുത്ത് വെച്ചേക്കായിരുന്നു. അപ്പോൾ അയാൾക്ക് കുറച്ച് കാലമായിട്ടൊന്നും പറയണമെന്ന് കേൾക്കില്ല. അപ്പോൾ പിന്നെ എന്തായാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തരാം എന്നും ആൾ പറഞ്ഞു. അങ്ങനെയാണ് ഇത് സംഭവം തന്നത്. പിന്നെ അതൊക്കെ പോട്ടെ, എന്തായാലും മൂപ്പര് ബിസിനസ് നടക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അങ്ങനെ പറഞ്ഞതായിരിക്കാം. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അത് എന്താ പറയുക, കുറച്ചൊരു ജെന്യുവനായിട്ട് പറഞ്ഞ പോലെ തോന്നി. അതുകൊണ്ട് ആണ് ഞാനത് അവിടെ നിന്ന് മേടിച്ചത്. അപ്പോൾ നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും, ആരുടെ നിന്ന് മേടിക്കുകയാണെങ്കിലും, ആര് റിപ്പയർ ചെയ്ത് മേടിക്കുകയാണെങ്കിലും, നിങ്ങൾക്ക് ആളെ പിന്നെ എന്താ പറയുക, അത് കണ്ടിട്ട് അല്ലെങ്കിൽ ആളുടെ പെരുമാറ്റത്തിൽ നിന്ന് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം എടുത്ത്
റിപ്പയർ ചെയ്ത സാധനം മേടിക്കുക, അല്ലെങ്കിൽ അവിടെ കൊടുത്തിട്ട് നിങ്ങളുടെ പഴയ സാധനം കൊടുത്തിട്ട് അത് തന്നെ റിപ്പയർ ചെയ്ത് മേടിക്കുക. മനസ്സിലായി? ഞാനിപ്പോൾ ഇത് പിന്നെ വേറെ മേടിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇത് ചെയ്തെടുക്കാൻ മിനിമം ഒരു 1-2 ദിവസം സമയം എടുക്കുന്ന ആൾ പറഞ്ഞു. കാരണം ഇത് നമ്മൾ ഈ മോണോ ഷോക്കിന് കുറച്ചും കൂടി മറ്റുള്ള സാധാ ഷോക്കിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി പണി കൂടുതൽ വരുന്നുണ്ട്, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, നമ്മുടെ പഴയ അവിടെ ആളടുത്ത് ഉണ്ടായിരുന്ന സാധനം തന്നെ അവിടെ മേടിച്ചത്. അപ്പോൾ ഞാൻ പിന്നെ ആളടുത്ത് ഉണ്ടായിരുന്ന സാധനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്പ്രിങ് ഇതിൻ്റെ സ്പ്രിങ് ഇട്ടു. അതായത് ഞാൻ വണ്ടിയിൽ നിന്ന് അടിച്ച ഷോക്കിൻ്റെ സ്പ്രിങ്ങാണ്, റെഡ് കളർ. ആ സ്പ്രിങ്ങും പിന്നെ മുകളിൽ ടൈറ്റ് ചെയ്യുന്ന ഭാഗമൊക്കെ എൻ്റെ തന്നെയാണ്, എൻ്റെ ഷോക്കിലുണ്ടായിരുന്ന സാധനം തന്നെയാണ് ആൾ അഴിച്ച് ഇട്ട് തന്നത്. കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഇട്ടുതരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ ലുക്കിന് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഇട്ടുതരാം എന്ന് പറഞ്ഞ് ശരി അങ്ങനെ അതിട്ടു. അപ്പോൾ എന്തായാലും അതൊന്നും വിഷയമല്ല. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ മാറ്റിയിട്ട് ഇപ്പോൾ ഒരു 5-6 ദിവസമായി ഏകദേശം. ഞാൻ ആ പോസ്റ്റ് ഇട്ടിട്ട് ഇപ്പോൾ 2 ദിവസമായി എന്ന് തോന്നുന്നു. അപ്പോൾ വീഡിയോ ചെയ്യാനുള്ളൊരു സമയം നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. നമ്മൾ വേറെയും കുറച്ച് ആക്ടിവിറ്റീസ് അതിൻ്റെ ഇടയിൽ വന്നതുകൊണ്ടാണ് നമ്മൾ യൂട്യൂബിന് ചെറിയൊരു ലീവ് കൊടുത്തത്. അപ്പോൾ എന്തായാലും നമുക്ക് പിന്നെ വീഡിയോസ് വീണ്ടും കറക്റ്റായിട്ട് ഇടാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. പിന്നെ നിങ്ങളെ കമൻറ്റുകൾ, നിങ്ങളുടെ സംശയങ്ങൾ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ എന്തെങ്കിലും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും സംശയമുള്ള കാര്യങ്ങളാണെങ്കിൽ മാത്രമേ ചിലപ്പോൾ റിപ്ലൈ ചെയ്യാൻ ചെറിയൊരു ഗ്യാപ്പ് വരുള്ളൂ. അപ്പോൾ അഥവാ ഞാനത് വിട്ടു പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു വീഡിയോയിലും കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അഥവാ ഞാൻ വിട്ടു പോകുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതേ ചോദ്യം തന്നെ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ മാക്സിമം അതിന് റിപ്ലൈ തരും. അപ്പോൾ ചിലത് എനിക്ക് അറിയില്ലെങ്കിലും ഞാനത് വേറെയുള്ള പിന്നെ ഇതുപോലുള്ള ആൾക്കാരുമായി നമ്മുടെ സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ മെക്കാനിക്കൽ ആളുകളോടൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നത്. അപ്പോൾ പെട്ടെന്ന് റിപ്ലൈ വേണം നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രശ്നത്തിന് ഞാൻ പരിഹാരം കണ്ടു. 1000 രൂപയാണ് എനിക്ക് ചിലവ് വന്നത്. 3000 രൂപ ചിലവ് വരുമായിരുന്ന ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ അതിന് 1000 രൂപയ്ക്ക് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഒരു ഏകദേശം 5-6 ദിവസം ഓടിയതിൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. നല്ല മാറ്റം, അതായത് ആ തുടക്കത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ നല്ല സ്മൂത്തായിട്ട് തന്നെ 2 ആൾ പോവുകയാണെങ്കിലും ഒരാൾ പോവുകയാണെങ്കിലും ഒരു പ്രശ്നവും ഇപ്പോൾ നിലവിൽ വണ്ടിക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ പ്രശ്നം നിങ്ങൾക്ക് റിപ്പയർ ചെയ്യാൻ താല്പര്യമില്ല, അതായത് ഇതുപോലെ ചെയ്തത് പിന്നെ ഇടാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ ഒരു ഷോക്ക് അങ്ങ് മാറ്റുക എന്നുള്ളത് തന്നെയാണ്. അത് പിന്നെ പൈസ നോക്കിയിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രശ്നം കൂടി അത് നോക്കുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് അത് മാറ്റുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അത് പിന്നെ 3000 രൂപ ആവും, 2700 പിന്നെ അവരുടെ സർവീസ് ചാർജും കൂടി ആകുമ്പോൾ എന്തായാലും 3000 രൂപയുടെ അടുത്ത് വരും. അപ്പോൾ അത് പിന്നെ നോക്കിയിട്ട് കാര്യമില്ല, അത് എത്രയും പെട്ടെന്ന് മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഓട്ടോമൊബൈൽ സംബന്ധമായിട്ടുള്ളതാണ് കൂടുതലും നമ്മളെ ചാനലിലൂടെ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വിഷയമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.